എല്ലാവർക്കും നമസ്കാരം. രണ്ടാമത്തെ യൂണിറ്റായ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് 11 kV ബാർ 0.433 kV സബ്സ്റ്റേഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ്. ഉപഭോക്താവ് പരമപ്രധാനമാണ്. നല്ല നിലവാരമുള്ള വൈദ്യുതി ന്യായമായ നിരക്കിൽ ഉപഭോക്താവിന് നൽകണം. ഈ സാഹചര്യത്തിലാണ് 2003 ഇലക്ട്രിസിറ്റി ആക്ട് ഒരു പുതിയ മാതൃകയിലൂടെ വൈദ്യുതി മേഖലയുടെ ഗുണപരമായ പരിവർത്തനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. Why need regulations and regulators for electricity? എന്തിനാണ് വൈദ്യുതി നിയന്ത്രണത്തിൻ്റെയും നിയന്ത്രിതരുടെയും ആവശ്യം? To ensure consumers benefit from regulation in terms of reduced prices and better services through a competitive market in electric supply. മത്സര കമ്പോളത്തിലൂടെ ഉപഭോക്താവിന് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുക, മികച്ച സേവനം ഉറപ്പാക്കുക. To encourage competition in generation, transmission and distribution. ഉൽപാദനം, പ്രസരണം, വിതരണം എന്നീ മേഖലയിലെ മത്സരം പ്രോത്സാഹിപ്പിക്കുക. To adjudicate upon disputes involving the generating companies and transmission utilities in matters relating to tariff. Generating companies, transmission utilities ഉൾപ്പെടുന്ന താരിഫ് സംബന്ധമായ കാര്യങ്ങളിൽ തർക്കം പരിഹരിക്കുക. To deal with matters as a quasi-judicial body relating to tariff, generation, transmission, distribution, trading and use of electricity. താരിഫ്, ഉൽപാദനം, പ്രസരണം, വിതരണം, വ്യാപാരം, വൈദ്യുതിയുടെ ഉപയോഗം സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്ന നിയമസമാന സംഘടന. The main regulatory authorities that regulate the tariff are CERC and SERC, Central Electricity Regulatory Commission and State Electricity Regulatory Commission. സെൻട്രൽ ജനറേറ്റിംഗ് കമ്പനീസിൻ്റെ താരിഫിനെ റെഗുലേറ്റ് ചെയ്യാനാണ് CERC. സ്റ്റേറ്റിൻ്റെ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിൻ്റെ താരിഫ് റെഗുലേറ്റ് ചെയ്യാനാണ് SERC. Aims and objectives of CERC. To regulate the tariff of power generating companies owned or controlled by the central government. സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള പവർ ജനറേറ്റിംഗ് കമ്പനീസിൻ്റെ താരിഫ് റെഗുലേറ്റ് ചെയ്യുക. ടു റെഗുലേറ്റ് ഇൻഡർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ ഇൻഡർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ റെഗുലേറ്റ് ചെയ്യുക. ടു ഇഷ്യൂ ലൈസൻസസ് ടു പേഴ്സൺസ് ടു ഫങ്ഷൻ ആസ് ഇൻഡർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ലൈസൻസി ആൻഡ് ഇലക്ട്രിസിറ്റി ട്രേഡർ വിത്ത് റെസ്പെക്ട് ടു ദെയർ ഇൻഡർസ്റ്റേറ്റ് ഓപ്പറേഷൻസ്. വ്യക്തികൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുക. ടു ഫങ്ഷൻ ആസ് ഇൻഡർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ലൈസൻസി ആൻഡ് ഇലക്ട്രിസിറ്റി ട്രേഡർ. ടു സ്പെസിഫൈ ആൻഡ് എൻഫോഴ്സ് സ്റ്റാൻഡേർഡ്സ് വിത്ത് റെസ്പെക്ട് ടു ക്വാളിറ്റി, കണ്ടിന്യൂറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് സർവീസസ് ബൈ ദ ലൈസൻസി. ലൈസൻസി ചെയ്യുന്ന സർവീസിന്, തരുന്ന സർവീസിൻ്റെ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈ ചെയ്യുക ആൻഡ് ഓൾസോ ടു എൻഫോഴ്സ് ദ സ്റ്റാൻഡേർഡ്സ്. സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ അധികാര പരിധിയിൽ വരുന്ന പ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം. സംസ്ഥാനത്തിനകത്ത് ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയുടെ താരിഫ് നിർണ്ണയിക്കുക. സംസ്ഥാനത്തിനുള്ളിലുള്ള പ്രസരണം സുഗമമാക്കുക. സപ്ലൈയുടെ ഗുണമേന്മ ഉറപ്പാക്കുക. മാനദണ്ഡങ്ങൾ ക്രമീകരിക്കുക. സെറ്റപ്പ് ടൈം ഫ്രെയിം ഫോർ റീസ്റ്റോറേഷൻ ഓഫ് പവർ സപ്ലൈ, normal fuse of coal, breakdown of overhead line or underground cables, replacement of damaged distribution transformers, etc., handling complaints about meters, processing of applications of new connection, additional load, demand, etc. വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള സമയപരിധി സജ്ജമാക്കുക. മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പരിഹരിക്കാനുള്ള സമയപരിധി സജ്ജമാക്കുക. പുതിയ കണക്ഷൻ, അഡീഷണൽ ലോഡ് എന്നിവയ്ക്ക് വേണ്ടി നൽകുന്ന അപേക്ഷയ്ക്ക് മേൽ നടപടി സ്വീകരിക്കാനുള്ള സമയപരിധി സജ്ജമാക്കുക.
കേരളത്തിന് പുറത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും KSEBയുടെ ലൈൻ മുഖേന വൈദ്യുതി എത്തിക്കാം. ഇതിനുള്ള സാഹചര്യം നോൺ ഡിസ്ക്രിമിനേറ്റീവ് ഓപ്പൺ ആക്സസ് അംഗീകരിക്കുന്നതിലൂടെ റെഗുലേറ്ററി കമ്മീഷൻ ഒരുക്കി. 2005 ഓപ്പൺ ആക്സസ് നിലവിൽ വന്നതാണെങ്കിലും ചട്ടങ്ങൾ കർക്കശമായതിനാൽ നടപ്പാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ ചട്ടങ്ങൾ ഇപ്പോൾ കമ്മീഷൻ ലഘൂകരിച്ചു. തങ്ങളുടെ നടപടിയിലൂടെ സംസ്ഥാനത്തെ വാണിജ്യ വ്യാവസായിക ഉപയോക്താക്കൾക്കാണ് പ്രധാനമായും നേട്ടം ലഭിക്കുകയെന്ന് കമ്മീഷൻ സമ്മതിച്ചിട്ടുണ്ട്. വൈദ്യുതി വ്യാപാരികളുമായി ബന്ധപ്പെട്ടും പവർ എക്സ്ചേഞ്ചിലെ ദർക്കാസിൽ പങ്കെടുത്തും ലാഭത്തിൽ വൈദ്യുതി വാങ്ങി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധാരണ ഗാർഹിക ഉപയോക്താക്കൾക്ക് സാധിക്കില്ല. വീലിംഗ് ചാർജ് എന്ന പേരിൽ ഒരു നിശ്ചിത തുക വാടകയും ക്രോസ് സബ്സിഡി സർചാർജും ഈടാക്കിയായിരിക്കും KSEBയുടെ ലൈൻ ഉപയോഗിക്കാൻ അനുമതി നൽകുക. വൻകിടക്കാരിൽ നിന്ന് കൂടുതൽ നിരക്ക് ഈടാക്കി സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുന്ന ക്രോസ് സബ്സിഡി സംവിധാനത്തെ ഓപ്പൺ ആക്സസ് സാരമായി ബാധിക്കും. ഇതൊഴിവാക്കാനാണ് ക്രോസ് സബ്സിഡി സർചാർജ് ഏർപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ മെയ് 1 വൈദ്യുതി നിരക്ക് പരിഷ്കരിച്ചപ്പോൾ ഭൂരിപക്ഷം വൻകിടക്കാരുടെയും ക്രോസ് സബ്സിഡി സർചാർജ് കമ്മീഷൻ 0 പൈസയാക്കിയിരിക്കുകയാണ്. 1 മാസത്തെ ഹ്രസ്വകാലം, 3 മാസം മുതൽ 3 വർഷം വരെയുള്ള മധ്യകാലം, 12 വർഷത്തിലേറെയുള്ള ദീർഘകാലം എന്നിങ്ങനെ 3 തട്ടുകളിലായാണ് ഓപ്പൺ ആക്സസ് അനുവദിക്കുക. സംസ്ഥാനത്ത് പവർ കട്ട് ഏർപ്പെടുത്തുമ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവന്ന് അത് മറികടക്കാൻ ഇതിലൂടെ വൻകിടക്കാർക്ക് സാധിക്കും. ഇലക്ട്രിസിറ്റി ആക്ട് 2003. The Electricity Act 2003, along with the National Electricity Policy, are said to be the culmination of power sector reforms in India. In compliance with the Section 3 of Electricity Act 2003, the central government hereby notifies the National Electricity Policy. Electricity Act 2003-ലെ സെക്ഷൻ 3 അനുസരിച്ച് കേന്ദ്ര സർക്കാർ ദേശീയ വൈദ്യുത നയത്തെ ഇത് അറിയിക്കുന്നു. നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The National Electricity Policy aims at achieving the following objectives: access to electricity available for all household, availability of power, energy and peaking shortages to be overcome and adequate spinning reserve to be available. എല്ലാവർക്കും വൈദ്യുതി ലഭ്യമാക്കുക, എല്ലാ സമയത്തും വൈദ്യുതി ലഭ്യമാക്കുക, എനർജി ഷോർട്ടേജസും പീക്ക് അവേഴ്സിലുള്ള ഷോർട്ടേജസ് ഓവർകം ചെയ്ത് അഡിക്വേറ്റ് സ്പിന്നിംഗ് റിസർവ് അവൈലബിൾ ആക്കുക. സപ്ലൈ ഓഫ് റിലയബിൾ ആൻഡ് ക്വാളിറ്റി പവർ ഓഫ് സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ ആൻ എഫിഷ്യൻറ്റ് മാനർ ആൻഡ് അറ്റ് റീസണബിൾ റേറ്റ്സ്. ആദായ നിരക്കിലും നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾക്കും വിധേയമായി ഗുണമേന്മയുള്ള വൈദ്യുതി വിതരണം ചെയ്യുക. പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ടു ബി ഇൻക്രീസ്ഡ്. ഫിനാൻഷ്യൽ ടേൺ അറൗണ്ട് ആൻഡ് കമേഴ്ഷ്യൽ വയബിലിറ്റി ഓഫ് ഇലക്ട്രിക്കൽ സെക്ടർ. വൈദ്യുതിയുടെ ആളോഹരി ലഭ്യത കൂട്ടുക. ഇലക്ട്രിക്കൽ സെക്ടറിൽ നിന്ന് സാമ്പത്തിക വരുമാനവും വാണിജ്യപരമായ പ്രവർത്തനക്ഷമതയും ഉറപ്പാക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ്. ഉപഭോക്താവിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുക. ഇലക്ട്രിസിറ്റി ആക്ട് 2003 ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ട്രേഡിംഗ്, വൈദ്യുതി ഉപയോഗം ഇവയെ സംബന്ധിച്ച നിയമങ്ങൾ ഇലക്ട്രിസിറ്റി ആക്ട് 2003 ഏകീകരിക്കുന്നു. The main purpose of Electricity Act 2003 are development of electricity industry, promoting competition therein. വൈദ്യുതി വ്യവസായം വികസിപ്പിക്കുക, അതിൽ മത്സരം പ്രോത്സാഹിപ്പിക്കുക. പ്രൊട്ടക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. ഉപഭോക്താവിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുക. സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ടു ഓൾ ഏരിയാസ്. എല്ലാ മേഖലകളിലേക്കും വൈദ്യുതി വിതരണം ചെയ്യുക. ഇറ്റ് മേക്സ് സ്ട്രിഞ്ചൻറ്റ് പ്രൊവിഷൻ ഫോർ കൺട്രോളിംഗ് തെഫ്റ്റ് ഓഫ് എനർജി. മോഷണം നിയന്ത്രിക്കുന്നതിന് കർശനമായ വ്യവസ്ഥ ചെയ്യുക. ഇറ്റ് മാൻഡേറ്റ്സ് ക്രിയേഷൻ ഓഫ് റെഗുലേറ്ററി കമ്മീഷൻസ്. റെഗുലേറ്ററി കമ്മീഷനുകൾ സൃഷ്ടിക്കാൻ നിർബന്ധിക്കുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ഓഫ് ഇലക്ട്രിസിറ്റി ടു ഹിയർ അപ്പീൽസ് എഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ് ഓഫ് CERC ആൻഡ് SCRC. CERCയുടെയും SCRCയുടെയും ഉത്തരവുകൾക്കെതിരായ അപ്പീലുകൾ കേൾക്കാൻ ഇത് വൈദ്യുതിയുടെ അപ്പലേറ്റ് ട്രിബ്യൂണൽ സൃഷ്ടിക്കുന്നു. എൻഷുറിംഗ് ട്രാൻസ്പാരൻറ്റ് പോളിസീസ് റിഗാർഡിംഗ് സബ്സിഡീസ്. സബ്സിഡികൾ സംബന്ധിച്ച് സുതാര്യമായ നയങ്ങൾ ഉറപ്പാക്കുക. ഇവയെല്ലാമാണ് ഇലക്ട്രിസിറ്റി ആക്ട് 2003യുടെ മെയിൻ പർപ്പസ്. ഇലക്ട്രിസിറ്റി ആക്ട് 2003ൽ വരുന്ന മേജർ സെക്ഷൻസും അതിൽ വരുന്ന പ്രൊവിഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവിഷൻസ് മീൻസ് വ്യവസ്ഥകൾ. സെക്ഷൻ 4 വരുന്ന വ്യവസ്ഥ: ദ സെൻട്രൽ ഗവൺമെൻറ് ഷാൾ
after consultation with the state government, prepare and notify a national policy to permit standalone systems for rural areas, including systems based on renewable energy and non-conventional energy sources. Sections 4 ഡീൽ ചെയ്യുന്നത് റൂറൽ ഏരിയാസിൽ സ്റ്റാൻഡ് അലോൺ സിസ്റ്റംസ് പെർമിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനാണ്. ഇനി സെക്ഷൻ 12 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 12, no person shall transmit electricity, distribute electricity or undertake trading in electricity unless he is authorized to do so by a license issued by appropriate commission. കമ്മീഷൻ ഇഷ്യൂ ചെയ്ത ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാനും ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ട്രേഡിങ്ങിൽ പങ്കെടുക്കുവാനും പാടുള്ളൂ. സെക്ഷൻ 24, the appropriate commission may suspend the license if, like distribution licensee, is a default persistently. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമാണ് സെക്ഷൻ 24 പറയുന്നത്. Section 43, every distribution licensee shall, on an application by the owner, give supply to the premises within a month after the receipt of application. അപേക്ഷ കിട്ടി ഒരു മാസത്തിനുള്ളിൽ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഓണർക്ക് സപ്ലൈ നൽകാനുള്ള പ്രൊവിഷനാണ് സെക്ഷൻ 43 പറയുന്നത്. സെക്ഷൻ 50, എ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി മേ വിത്ത് പ്രയർ ഇൻറ്റിമേഷൻ ടു ദ അപ്രോപ്രിയേറ്റ് കമ്മീഷൻ എൻഗേജ് ഇൻ എനി അതർ ബിസിനസ്. വേറെ ബിസിനസ്സിന് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിക്ക് എൻഗേജ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് സെക്ഷൻ 50 പറയുന്നത്. സെക്ഷൻ 56, were any person neglect to pay any charge of electricity, the license may cut off supply after giving 15-day notice. സെക്ഷൻ 56 പറയുന്നത് കറണ്ട് ബില്ല് അടച്ചില്ല എങ്കിൽ 15 ദിവസത്തെ നോട്ടീസ് കൊടുത്ത ശേഷം സപ്ലൈ കട്ട് ചെയ്യാനുള്ള പ്രൊവിഷനാണ്. സെക്ഷൻ 135 ഡീൽസ് വിത്ത് തെഫ്റ്റ് ഓഫ് എനർജി. വൈദ്യുതിയുടെ മോഷണത്തിന് ഡീൽ ചെയ്യുന്നതാണ് സെക്ഷൻ 135. CEA റെഗുലേഷൻ 2010, ഇന്ത്യയിലെ സുരക്ഷയും വൈദ്യുത വിതരണവും സംബന്ധിച്ച നടപടികൾ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 പ്രകാരം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ച ചട്ടങ്ങളാണ് CEA 2010. CEA റെഗുലേഷൻ 2010 ഏതാനും റെഗുലേഷൻസ് നോക്കാം. റെഗുലേഷൻ 92 ഡീൽസ് വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ആൻഡ് അസോസിയേറ്റഡ് എക്യുപ്മെൻറ്റ്സ്. ഇലക്ട്രിക് ലൈനുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും നിർമ്മാണമാണ് റെഗുലേഷൻ 92 ഡീൽ. റെഗുലേഷൻ 92, requirement of new distribution lines. The system shall be constructed so as to ensure voltage conditions are within permissible levels. Improvement of reliability and security of power supply. Improvement in quality of supply, etc. Voltage conditions അനുവദനീയമായ തലത്തിലായിരിക്കണം സിസ്റ്റം നിർമ്മിക്കേണ്ടത്. വൈദ്യുതി വിതരണത്തിൻ്റെ വിശ്വാസ്യതയും സുരക്ഷയും മെച്ചപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം സിസ്റ്റം നിർമ്മിക്കേണ്ടത്. വിതരണത്തിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം സിസ്റ്റം നിർമ്മിക്കേണ്ടത്. ഇൻഡിപെൻഡൻറ്റ് ഫീഡർ ഷാൾ ബി പ്രൊവൈഡഡ് ഫോർ എസെൻഷ്യൽ ലോഡ്സ് ഓഫ് 5 MVA and above such as water works, hospitals, railways, etc. 5 MVAയ്ക്ക് മുകളിലുള്ള അവശ്യ ലോഡുകൾ വാട്ടർ വർക്ക്സ്, ഹോസ്പിറ്റൽ, റെയിൽവേ മുതലായ ലോഡുകൾക്ക് ഇൻഡിപെൻഡൻസ് ഫീഡർ നൽകുക. സെപ്പറേറ്റ് റൂറൽ ഫീഡേഴ്സ് ഫോർ ഫീഡിംഗ് ഇറിഗേഷൻ ലോഡ് ആൻഡ് ഡൊമസ്റ്റിക് ലോഡ് ഷാൾ നോർമലി ബി പ്രൊവൈഡഡ്. ഇറിഗേഷൻ ലോഡ്, ഡൊമസ്റ്റിക് ലോഡ് എന്നിവയ്ക്ക് പ്രത്യേക റൂറൽ ഫീഡേഴ്സ് നൽകണം. റെഗുലേഷൻ 93, റൂട്ടിംഗ് ഓഫ് ഇലക്ട്രിക് ലൈൻസ്. ഇലക്ട്രിക് ലൈനുകളുടെ റൂട്ട് കഴിയുന്നത്ര ഹ്രസ്വമായിരിക്കണം. സംരക്ഷിതവും റിസർവ് ചെയ്തതുമായ വനത്തിലൂടെ വന്യജീവി സങ്കേതത്തിലൂടെ ഒരു വൈദ്യുത ലൈനിൻ്റെ റൂട്ടിംഗ് ഒഴിവാക്കുക. മരങ്ങൾ മുറിക്കുന്നത് കുറയ്ക്കുന്ന തരത്തിൽ റൂട്ട് വിന്യസിക്കാം. ലാർജ് ഹാബിറ്റേഷൻസ്, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ് എന്നിവയെ ഒഴിവാക്കിക്കൊണ്ട് വേണം 33 kV ലൈന് 22 kV ലൈൻ റൂട്ട് ചെയ്യേണ്ടത്. ഇതോടെ
ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് എന്ന ടോപ്പിക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.